ഇപ്പോൾ ക്യാൻസർ ഡ്രഗ്സ്, പേറ്റന്റ് നിയമങ്ങൾ മൂലം വലിയ വിലയുള്ള ക്യാൻസർ ഡ്രഗ്സ് സീറോ പ്രോഫിറ്റിൽ KMCL എത്ര വിലയ്ക്കാണോ വാങ്ങുന്നത് അതിൽ ₹1 പോലും പ്രോഫിറ്റ് എടുക്കാതെ കാരുണ്യ ഫാർമസികളുടെ കൗണ്ടറുകൾ വഴി, കാരുണ്യ സ്പർശം കൗണ്ടറുകൾ വഴി അത് കൊടുക്കാനായിട്ട് ആരംഭിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്നുള്ളത് കൂടി അതിനോട് ചേർത്തൊന്ന് നമുക്ക് ചിന്തിക്കാം. NSSO സർവേ പ്രകാരം 79ാമത്തെ സർവേയാണ് ലേറ്റസ്റ്റ് വന്നത്. 77ാമത്തെ സർവേയും 75ാമത്തെ സർവേയും 79ാമത്തെ സർവേയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 75ാമത്തെ NSSO സർവേയിൽ പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ഒരു കുടുംബത്തിന് കേരളത്തിൽ 17,000 ചില്ലുവാനം രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാകുന്നു ഒരു വർഷം. നഗരമേഖലയിൽ 22,123. 79ാമത്തെ സർവേയിൽ പറയുന്നു, 2024 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു, ഗ്രാമീണ മേഖലയിൽ 10,927, നഗരത്തിൽ 13,140. നമുക്ക് ആശ്വസിക്കാം, കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശ്വസിക്കാൻ വരട്ടെ, നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 75ാമത് സർവേയിൽ നിന്ന് 17,000 എന്നുള്ളത് 10,000 കുറയ്ക്കാൻ ഈ ഇൻ്റർവെൻഷൻസിലൂടെ നമുക്ക് സാധിച്ചു. ഒരു വർഷം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് 1,500 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി. പക്ഷേ ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇപ്പോഴുള്ള നിരക്കിൽ നിന്നും വീണ്ടും കുറയ്ക്കുന്നതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. ഇപ്പം നമ്മൾ കാസ്പിലൂടെ 42.5 ലക്ഷം ബെനിഫിഷ്യറീസിന് കൊടുക്കുന്നു. ഇതിൽ BPL വിഭാഗത്തിന് പൂർണ്ണമായിട്ട് കവർ ചെയ്യപ്പെടുകയും പാക്കേജിന് അപ്പുറത്തെ റേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഗവൺമെൻറ് പോളിസി അനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. കാസ്പ് പ്ലസ് എന്നുള്ളൊരു കാറ്റഗറി കൂടി ഈ മിസ്സിംഗ് മിഡിലിന് വേണ്ടി ആവിഷ്കരിക്കുന്നതിന് നമ്മൾ ഇപ്പോൾ അത് നമ്മുടെ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം പറയട്ടെ, കേരളത്തിൻ്റെ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സഹകരണ മേഖല, ചെറിയ ഹോസ്പിറ്റൽസ്, 10ഉം 15ഉം ബെഡുകളുള്ള ചെറിയ സ്വകാര്യ ആശുപത്രികൾ, ഇവയെല്ലാം ചേർന്നാണ് ഈ നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങളെ കൊണ്ടുവന്നതെന്നുള്ളത് കൂടി നാം കാണണം. അതുകൊണ്ടാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ഇപ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ ഈ ചെറിയ കുറച്ച് ബെഡുകളുള്ള ഹോസ്പിറ്റൽസിന് എക്സംഷൻ കൊടുക്കണം എന്നുള്ളത് കൂടി സർക്കാർ ആ പോളിസിയുടെ ഭാഗമായിട്ട്, അത് ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗവൺമെൻറ് ടു സപ്പോർട്ട് ദിസ് കൈൻഡ് ഓഫ് സ്മോൾ ഹോസ്പിറ്റൽസ് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ മറുവശം കൂടിയുണ്ട്, വലിയ കുത്തകകൾ, ആഗോള കുത്തകകൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തേക്ക് ഒരു ബെഡിന് 2.5 2.9 CR ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി വി ആർ തിങ്കിങ് അബൌട്ട് യൂണിവേഴ്സൽ health coverage, and it's a responsibility of us to support. We do think that it's a responsibility of the government to support the small hospitals. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഈ ഓരോ പോയിന്റും. രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് വരുന്നത് രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ്, റെഡ്യൂസിങ് ദ മോബിഡിറ്റി. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു, 2021 ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കകാലത്ത് രണ്ടാം തരംഗത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ വാക്സിൻ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് നമ്മൾ പ്രയോറിറ്റി ഗ്രൂപ്പ്സിന് കൊടുക്കുന്നു, ഹെൽത്ത് വർക്കേഴ്സിന് കൊടുക്കുന്നു, ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു, സീനിയർ സിറ്റിസൺസിന് കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ നമ്മളുടെ പ്രയോറിറ്റി ഗ്രൂപ്പ്സിൽ കോമോബിഡിറ്റി ഉള്ളവർ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർ, ഡയബറ്റീസ് ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, ഇപ്പം അമീബിക് മെനിഞ്ചോഎൻകഫലൈറ്റിസ് ആഗോളതലത്തിൽ നെഗ്ലേറിയ ഫൗലേറിയ ആണെങ്കിൽ 98% ഡെത്ത് റേറ്റ് ഉള്ളത്, അക്കാന്തമീബയാണെങ്കിൽ 70% മുകളിൽ ഡെത്ത് റേറ്റ് ഉള്ളതും, അത് 24%, 23%ലേക്കോ അതിലേക്ക് താഴെയാക്കി മരണനിരക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേയും അവിടെയും ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. എന്താണ് നമ്മൾ നേരിടുന്ന പ്രശ്നം? അവർക്ക് കോമോബിഡിറ്റീസ് ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആർദ്രം 1, ആർദ്രം 2 ഇവിടെ ACS പറഞ്ഞു. ആർദ്രം 2-വിൽ നമ്മൾ ചെയ്തത്, ആർദ്രം 1-ൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് പരിവർത്തനപ്പെടുത്താൻ ആരംഭിച്ചു. അതിപ്പോഴും തുടരുന്നു. അത് 774 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി. താലൂക്ക്, ഡിസ്ട്രിക്ട്, ജനറൽ ഹോസ്പിറ്റൽസ്, സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ, താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ തുടങ്ങി. മെഡിക്കൽ കോളേജിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സാധ്യമായി. 2023 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ 3 4 വാർഡുകൾ ചേരുന്ന ഇടത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ അവിടെ ആരംഭിക്കാൻ 3 ആരോഗ്യ പ്രവർത്തകരുടെയും ആശയുടെ MLSP, JPHN, JHI അവരുടെ സേവനവും ആശയുടെ സേവനവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ. അതാണ് നേരത്തെ ACS പറഞ്ഞത്. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ സ്ത്രീകളുടെ ക്ലിനിക്കാണ്.
സ്ത്രീകളുടെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള കാര്യം, ഡയബറ്റിസ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ട് ഒരു ഡേ നമ്മൾ വേർതിരിക്കുന്നു, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് വേണ്ടി വേർതിരിക്കുന്നു. ഇപ്പം ഇത് രണ്ടാം ആർദ്രത്തിൻ്റെ ഭാഗമായി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത ഒരു മേഖല കോമോബിഡിറ്റി കുറയ്ക്കുക എന്നുള്ളത്, രോഗാതുരത മോബിഡിറ്റി കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങൾ, അതിനുവേണ്ടി നമ്മൾ വാർഷിക ആരോഗ്യ പരിശോധനയിലേക്ക് ആളുകളെ എത്തിക്കണം. എന്താണ് മാർഗം? നമുക്ക് IEC ചെയ്യാം, പക്ഷെ IEC ചെയ്തിട്ടൊന്നും അതത്ര ഇഫക്റ്റീവ് ആകുന്നില്ല. നമ്മൾ ശൈലി ആപ്പ് രൂപീകരിച്ച് അതിലൂടെ സർവേ ആരംഭിച്ചു. വീട് വീടാനന്തരം നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കയറിയിറങ്ങാൻ തുടങ്ങി. ഓരോ വീട്ടിലും ചെന്ന് എത്ര പേർക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ട്, മറ്റ് രോഗങ്ങളുണ്ട്, പ്രഷറുണ്ട്, പ്രമേഹമുണ്ട്, ഹൃദ്രോഗമുണ്ട്, ക്യാൻസറുണ്ട്, ഇതൊക്കെ എടുക്കാൻ തുടങ്ങി. അതുപോലെ ത്വക്ക് രോഗങ്ങളുണ്ടോ, TB ഉണ്ടോ, ഇതൊക്കെ രേഖപ്പെടുത്താനായിട്ട് തുടങ്ങി. അതുപോലെ CBSE സ്കോറും എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാനൊരു ഡേറ്റ ഒന്ന് ഈ നമ്മുടെ ഈ ഒരു ടീമിന് മുന്നിൽ വെക്കട്ടെ. 2023-24 ഡയബറ്റിസ് പുതുതായിട്ട് കണ്ടെത്തിയത് ഈ സർവേക്ക് ശേഷം അവർ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തി പുതുതായിട്ട് രോഗം കണ്ടുപിടിച്ചവരുടെ എണ്ണം 1,36,842. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ 2,14,202. 2024-25 പുതുതായിട്ട് പ്രമേഹം കണ്ടെത്തിയവർ 1,22,965. അതുപോലെ BP 1,94,289. പക്ഷേ ഇതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, CBSE സ്കോർ കൂടുതലായിട്ടുള്ളവർ ഏതാണ്ട് 30 ലക്ഷം ആളുകൾക്കടുത്തുണ്ട് എന്നുള്ളതാണ് ഈ സർവേയിലൂടെ നമ്മൾ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും 2031 നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളുകളിൽ ഒന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കണം. ഇപ്പോൾ ഉള്ളതിൻ്റെ എത്ര ശതമാനം? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ 75% കുറയ്ക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 10 years. സോ വി ഷുഡ് ഹാവ് എ ഡെഫിനിറ്റ് പ്ലാൻ, ഡെഫിനിറ്റ് ഇൻ്റർവെൻഷണൽ പ്ലാൻ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാകണം. ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ നമ്മളതിൻ്റെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യണം. നല്ല ഭക്ഷണം, നല്ല വ്യായാമശീലങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാക്കണം. ഇപ്പം ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് 10,000 യോഗ ക്ലബ്ബുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആപ്പ് കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. അതായത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു, എൻ്റെ തൊട്ടടുത്ത് യോഗ ക്ലബ്ബുണ്ട്. ഇപ്പോൾ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചാണിത്. കാരണം സാമൂഹികമായിട്ട് അത്രയും പെട്ടെന്ന് മറ്റ് ഫെസിലിറ്റീസിലോട്ട് ആക്സസിബിലിറ്റി ഇല്ലാത്ത കുറച്ച് ആളുകൾ, അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, പ്രായമുള്ള ആളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ എടുക്കുമ്പോൾ വളരെ എൻകറേജിങ് ആയിട്ടുള്ളതായിരുന്നു. കാരണം ധാരാളമായിട്ട് സ്ത്രീകളും പ്രായമുള്ളവരും യോഗ ക്ലബ്ബുകളിലേക്ക് എത്തുന്നുള്ളൂ. 10,000 യോഗ ക്ലബ്ബുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അത് നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിനിയും എൻ്റെ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയാലും ഐ ക്യാൻ ഫൈൻഡ് ഔട്ട് വെയർ ദ നിയറസ്റ്റ് യോഗ ക്ലബ് ഈസ് ആൻഡ് ഐ ക്യാൻ ഗോ ടു ദാറ്റ് യോഗ ക്ലബ് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് അതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഹെൽത്ത്, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം മുതൽ ഇപ്പോൾ സ്കൂൾ ഹെൽത്ത് റീലോഞ്ച് ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ പ്രഖ്യാപനം നടത്തും. വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പിൻ്റെ പ്രോജക്റ്റാണ്. വിദ്യാഭ്യാസ വകുപ്പ് കൂടി ചേർന്നുകൊണ്ട് അതിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗവും തദ്ദേശ വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ടാണ് അത് നടത്തുന്നത്. അപ്പോൾ അതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മെൻ്റൽ ഹെൽത്ത് നമ്മൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളിൽ ഒന്നാണ്. അപ്പോൾ പ്രൈമറി ലെവലിൽ മെൻ്റൽ ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ അത് മെച്ചപ്പെടുത്തണം. വി ഡു ഹാവ് ആശ്വാസ് ക്ലിനിക്സ് ഇൻ അവർ ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ്. സോ അത് HR കൂടുതൽ മറ്റ് മാനവവിഭവശേഷി മറ്റു സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്റ്റിഗ്മറ്റൈസേഷൻ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ. അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു മാനസികാരോഗ്യ പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിൽ ഒട്ടേറെ തുടർ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഭാഗമായി വരുന്നൊരു കാര്യത്തിലേക്ക് പോകുന്നത് ക്യാൻസർ കെയറാണ്. ബഹുമാനനായിട്ടുള്ള ACS ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ ഫെബ്രുവരി മാസം 4-ാം തീയതി വേൾഡ് ക്യാൻസർ ഡേയിൽ ആരംഭിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 20 ലക്ഷം ആളുകൾ കേരളത്തിൽ സ്ക്രീൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആ 20 ലക്ഷം ആളുകളിൽ ബ്രസ്റ്റ് ക്യാൻസറും ഓറൽ ക്യാൻസറും സെർവൈക്കൽ ക്യാൻസറും ഉള്ളവരുടെ ഒരു കണക്കാണ് ഇവിടെ നേരത്തെ ACS പറഞ്ഞു. നമ്മുടെ ഒരു കണക്കനുസരിച്ച് പ്രതിവർഷം 88,000 പുതിയ കേസുകൾ കേരളത്തിൽ ക്യാൻസർ കേസസ് ഉണ്ടാകുന്നുണ്ട്. 2031 ആകുമ്പോഴേക്കും ഈ നമ്പറിൽ വർധനവ് ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് 2 രീതിയിലാണ്. ഒന്നിൻ്റെ പ്രതിരോധം, 2 ചികിത്സ, ക്വാളിറ്റി ഓഫ് ലൈഫ്, നേരത്തെ പറഞ്ഞ ബ്രോഡർ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ആക്സസിബിലിറ്റി ടു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സാമ്പത്തികമായി
അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവുണ്ടാവുക, അല്ലെങ്കിൽ സൗജന്യമായി ലഭ്യമാക്കുക, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി സ്ക്രീനിങ് ആൻഡ് ഡിറ്റക്ഷൻ നമ്മൾ ആരംഭിച്ചത്. അത് ഒരു കാര്യം കൂടി പറയട്ടെ, അതിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള ആരോഗ്യ പ്രവർത്തകരെ ട്രെയിൻ ചെയ്തു. എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും NCD ക്ലിനിക്കുകളുള്ള ദിവസങ്ങളിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഓറൽ ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, പുരുഷന്മാർ കൊളോൺ ക്യാൻസർ, ഇത് സ്ക്രീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ 1 മാസം നമ്മൾ എല്ലായിടത്തും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നുള്ളതാണ്. ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജിലും RCCയിലും MCCയിലും ഒക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിന് ട്രീറ്റ്മെൻറ്റ് പാർട്ടിൽ നമ്മളൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു. അതിൽ സ്വകാര്യ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. BPL വിഭാഗത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തി. ഇനി ചികിത്സയിൽ നമ്മുടെ സംസ്ഥാനത്ത് നല്ല ചില ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻ്ററിൽ കാർട്ടി സെൽ തെറാപ്പി, രോഗമില്ലാത്ത കോശങ്ങളെ കൊണ്ട് രോഗമുള്ള കോശങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപൂർവമായിട്ട് മാത്രമേ രാജ്യത്ത് സർക്കാർ ആശുപത്രികളിൽ അതുള്ളൂ. മലബാർ ക്യാൻസർ സെൻ്റർ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. RCC ഡെവലപ്പ് ചെയ്ത സർവീസ് സ്കാൻ വളരെ റെവല്യൂഷനൈസ് ചെയ്ത ഒന്നാണ് എന്നുള്ളത്. ഒരു സെല്ല് പോലും വിട്ടുപോകാതെ ഗർഭാശയകള ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം RCC ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചികിത്സാ സംവിധാനങ്ങളെ നമ്മൾ വികേന്ദ്രീകരിച്ച് 28 ആശുപത്രികളിലേക്ക് ഇത് ആക്കിയിട്ടുണ്ട്. സോ വി ഹാവ് ടു ഡെഫിനറ്റ്ലി തിങ്ക് അബൌട്ട്, നമ്മൾ ചിന്തിക്കേണ്ടത് 2031 ആകുമ്പോഴേക്കും ഇപ്പോൾ എല്ലാ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, എല്ലാ ജില്ലാ പഞ്ചായത്തുകൾക്കും പ്രോജക്റ്റ് ഉണ്ട്. ഏർലി ഡിറ്റക്ഷനും സ്ക്രീനിങ്ങിനും സബ്സിഡൈസ്ഡ് റേറ്റിൽ മരുന്ന് കൊടുക്കുന്ന കാര്യം ഞാൻ പറയുകയുണ്ടായി. ഗർഭാശയകള ക്യാൻസറിന് HPV വാക്സിൻ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ലോഞ്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഹബ്ബായിട്ട് ഇപ്പോൾ കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ കൂടി ഡെവലപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി വരും. RCC, MCC നമ്മുടെ 2 സ്ട്രോങ് പില്ലേഴ്സായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജസ് ഉണ്ട്. മെഡിക്കൽ കോളേജസിലും ആധുനിക എല്ലാ സൗകര്യങ്ങളും, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഒരു ഹബ്ബായി നമുക്ക് മാറാനായിട്ട് കഴിയും. ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കുന്നതിനും ഈ ഒരു കാലം അതിന് എന്തൊക്കെ ഇൻ്റർവെൻഷൻ സാധ്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പകർച്ചവ്യാധികളുടെ നിയന്ത്രണം, അടുത്തൊരു പോയിന്റിലേക്ക്. പകർച്ചവ്യാധികളുടെ നിയന്ത്രണം, ഔട്ട്ബ്രേക്ക് മാനേജ്മെൻറ്റ്, ജന്തുജന്യ രോഗങ്ങളും അതോടൊപ്പം തന്നെ എമേർജിങ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. നമുക്കറിയാം നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ഇതേ ക്ലൈമറ്റുള്ള കാലാവസ്ഥയുള്ള ഇടങ്ങളിലും ഉണ്ടാകുന്ന അവിടെയെല്ലാം ഇതേപോലെ തന്നെ സമാനമായുള്ള നിലയിൽ ഇപ്പോൾ ശ്രീലങ്ക ഡെങ്കി ഔട്ട്ബ്രേക്ക് ഏതാണ്ട് സമാനമായിട്ടുള്ള, പെറു സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ അവിടെ റൈസ് കാണുമ്പോഴേ നമുക്കിവിടെ വി ആർ എക്സ്പെക്ടിങ് നമുക്കിവിടെയും സാധ്യത ഉണ്ട് എന്നുള്ളത് കാണും. അപ്പോൾ 2013 അനുഭവമുണ്ട്, 2017 സമാനമായിട്ടുണ്ടായി. കോവിഡ് കാരണം ആ സൈക്ലിക് ആയിട്ടുള്ള ഇൻക്രീസ് നമുക്കൊന്ന് ഡിലേഡായി. അതിനുശേഷം 4 വർഷത്തിന് ശേഷമാണ് ആ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു 12 വർഷത്തെ ഡെങ്കിയുടെ ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ മോർട്ടാലിറ്റി 0.6 നിന്ന് 0.1 കുറയ്ക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്പർ ഓഫ് കേസസ് അത് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആരോഗ്യവകുപ്പ് മാത്രമല്ല, എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന റിസൾട്ടാണ് വാസ്തവത്തിൽ ഡെങ്കി കേസസ് കുറയുക എന്നുള്ളത്. അതുപോലെ ലെപ്റ്റോ 2031 എത്തുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി മിഷൻ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. അതുപോലെ നിപ്പ 2023 കോഴിക്കോടുണ്ടായ ഔട്ട്ബ്രേക്കിൽ ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് രേഖപ്പെടുത്തപ്പെട്ടത് 2023 കോഴിക്കോടാണ്. 33% മരണനിരക്ക്. ആഗോളതലത്തിൽ 70% മുകളിൽ ഡെത്ത് റേറ്റുള്ള നിപ്പ കേരളത്തിൽ എങ്ങനെയാണ് ആദ്യം തന്നെ കണ്ടുപിടിച്ചോ? അതോടൊപ്പം തന്നെ ആ ആദ്യത്തെ കേസ് ആ ഔട്ട്ബ്രേക്ക് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം മറ്റ് ആളുകളെ പെട്ടെന്ന് കോണ്ടാക്ട് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പൊതുജനാരോഗ്യ ആക്ടിൻ്റെ പ്രസക്തി. 2023 കേരള നിയമസഭ പാസ്സാക്കിയ നിയമമാണ്. അതിനു മുൻപ് തിരുവിതാംകൂർ കൊച്ചി ആക്റ്റും മദിരാശി ആക്റ്റുമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ അത് റിപ്പീൽ ചെയ്തുകൊണ്ടാണ് പുതിയ ആക്ട് വന്നത്. അതിനെക്കുറിച്ച് കൂടി ഒരു വാക്ക് പറയട്ടെ. അത് ആ പൊതുജനാരോഗ്യ ആക്ടിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലോക്കൽ ലെവലിൽ ഇത് തിരുവല്ലയാണ്. തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ അവിടെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ വിൽ ബി ദ കൺവീനർ ആൻഡ് ദ ചെയർപേഴ്സൺ ഓഫ് ദ മുനിസിപ്പാലിറ്റി വിൽ ബി ദ പ്രസിഡന്റ്. ഓൾ ദ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും. ഇവരെല്ലാവരും ഒന്നിച്ചു വന്നിരുന്ന് ആ പ്രദേശത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്.
അതിനുശേഷം ഡിസ്ട്രിക്ട് ലെവലിൽ അതുപോലെ DMO കൺവീൻ ചെയ്യുന്ന ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റും കളക്ടറും ഒക്കെ അംഗങ്ങളായിട്ടുള്ളത്. സ്റ്റേറ്റിൽ DHS ആണ്, സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി. അപ്പോൾ പബ്ലിക് ഹെൽത്ത് ആക്ട് ഏകാരോഗ്യ സമീപനത്തിൽ നമ്മുടെ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിട്ട് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അതുപോലെ ഒരു വലിയ നഗരം എന്നുള്ള നിലയിലുള്ള കേരളത്തിൻ്റെ നിലനിൽപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനം, അതുപോലെ നമ്മളൊരു ഗ്ലോബൽ സിറ്റിസൺസ് ആണല്ലോ, കേരളത്തിനകത്തേക്കും പുറത്തേക്കും ധാരാളമായിട്ട് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ തന്നെ യാത്രകൾക്ക് പുറത്തേക്ക് പോകുന്നു. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ അത് നമുക്കിവിടെ തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തപ്പെടും എന്നുള്ളത് കരുതിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഒന്ന്, വി ഷുഡ് ഹാവ് ആൻ എപ്പിഡമിക് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം. എപ്പിഡമിക് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ KCDCയിലൂടെ നമ്മളത് ശ്രമിക്കുന്നുണ്ട്. അത് ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാക്കാൻ കഴിയുമോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എപ്പിഡമിക് ഇൻ്റലിജൻസ് സംവിധാനം, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഒരു എപ്പിഡമിക് ഇൻ്റലിജൻസ് സംവിധാനം നമുക്കുണ്ടാകണം. പ്രാദേശിക അടിസ്ഥാനത്തിൽ മൈക്രോ പ്ലാനുകൾ ഉണ്ടാകണം. പകർച്ചവ്യാധികളെ, ഇതുപോലെ എമർജിങ് ഇൻഫെക്ഷ്യസ് ഡിസീസസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൈക്രോ പ്ലാനുകൾ ഉണ്ടാകണം എന്നുള്ളത് നാം കാണണം. ഇപ്പോൾ ഡെങ്കിയുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളവും WHO കൂടി നടത്തിയൊരു സ്റ്റഡി ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്ത് 2024 അതിൽ പറയുന്നു, നമ്മൾ ഈ സമാനമായ ക്ലൈമറ്റുള്ള ഇതേപോലെയുള്ള ഇടങ്ങളിലെ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ കേസസ് കുറവാണ്. പക്ഷേ കേരളത്തിൽ ഓരോ സിംഗിൾ കേസസ്, ഇപ്പം സർക്കാർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരിവിടെയുണ്ട്, ഏത് വാർഡിൽ ഒരു കേസ് ഉണ്ടാവുകയാണെങ്കിലും ദേ ക്യാൻ റിപ്പോർട്ട്, ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഹാസ് ടു റിപ്പോർട്ട്, ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ പരിശോധനകളോ ഇല്ല, അവർ റിപ്പോർട്ട് ചെയ്യണം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് സുതാര്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്ത അതിൽ പറയുന്നത് കേരളത്തിൽ കേസസ് അങ്ങനെ നോക്കുമ്പോൾ കുറവാണ്, പക്ഷേ നമ്മളതിനെ ആ രീതിയിൽ കാണുന്നില്ല, നമുക്കതിനെ കുറയ്ക്കണമെന്നുള്ള നിലയിൽ കാണുന്നു. കേരളത്തോടൊപ്പം അല്ലെങ്കിൽ കേരളത്തെക്കാൾ സ്ത്രീലോ പ്രവലൻസ് കുറഞ്ഞത് സിംഗപ്പൂരിലാണ് എന്നുള്ളതും ലാൻസെറ്റിൻ്റെ ആ ജേണലിൽ പറയുന്നതായിട്ട് നമ്മൾ വായിച്ചു. അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ട്രോമ കെയർ ആൻഡ് എമർജൻസി കെയർ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു വർഷം ഏതാണ്ട് 4500 ആളുകൾ അപകടങ്ങളിൽ മരണപ്പെടുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, 4500. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ്. അപ്പോൾ 24 മണിക്കൂർ സർവീസ്, നമുക്കുള്ള 108 ആംബുലൻസ് പോലെയുള്ള സംവിധാനം, ഗ്യാപ്പുകൾ അനലൈസ് ചെയ്ത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക, ട്രോമ കെയറിൻ്റെ ഒരു നെറ്റ്വർക്ക് സ്റ്റേറ്റ് മൊത്തത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചികിത്സാ പരിരക്ഷ അതുണ്ടാവുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോകുന്നു, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ് ഹെൽത്ത് കെയർ എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യം അവകാശമാണെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ആരോഗ്യ സേവനങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഇടപെടലുകളെ നയിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണിത്. ഭാവിയിലും അങ്ങനെ ആയിരിക്കണം. അപ്പം ഞാൻ ഈ ഗ്യാപ്പ് എങ്ങനെ അനലൈസ് ചെയ്യും, അതിലെങ്ങനെ ഇൻ്റർവീൻ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം അട്ടപ്പാടിയാണ്. അപ്പോൾ അട്ടപ്പാടിയിൽ നമ്മളൊരു കാലത്ത് ശിശുമരണങ്ങൾ വലിയ രീതിയിൽ ഇൻഫൻറ്റ് ഡെത്ത്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മളൊരു ഇൻ്റർവെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് സ്ത്രീകളുടെ ഒരു പെൺട്രിക കൂട്ടയാണ്. സ്ത്രീകൾ എന്ന് പറയുമ്പം ആശമാർ, അങ്കണവാടി പ്രവർത്തകർ, ST പ്രൊമോട്ടേഴ്സ്, അതുപോലെ കുടുംബശ്രീയിലെ അംഗങ്ങൾ. എന്നിട്ട് ഫ്രൈഡേ ഓരോ ദിവസവും ഓരോ സങ്കേതങ്ങളിലും ഈ ഒരു ആദ്യത്തെ ദിവസം ആശ പോവും, രണ്ടാമത്തെ ദിവസം അങ്കണവാടി പ്രവർത്തക പോവും, മൂന്നാമത്തെ ദിവസം ST പ്രൊമോട്ടർ പോവും, നാലാമത്തെ ദിവസം നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾ പോവും, അഞ്ചാമത്തെ ദിവസം സബ് കളക്ടർ അട്ടപ്പാടിയിൽ വന്ന് കൺവേർജൻസ് മീറ്റിംഗ് എടുക്കും. ഒരു ഇൻ്റർവെൻഷൻ കൂടി നമ്മൾ ചെയ്തു. അത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, 28 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കാടുകൾക്കുള്ളിൽ ഉൾപ്പെടെ നമ്മൾ തുടങ്ങി. ഒരു ഘട്ടത്തിൽ 2021 ഡിസംബറിൽ കണക്ക് ഞാൻ ഓർക്കുന്നു, 181 ഹൈ റിസ്ക് പ്രഗ്നൻസീസ്, 181 BP ഹൈ ആയിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സാധ്യമാക്കിയതോടുകൂടി ഇതിൽ വലിയ ഗണ്യമായിട്ടുള്ള കുറവ് ഉണ്ടായി. അപ്പോൾ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും തുല്യതയും അതോടൊപ്പം ആരോഗ്യ സേവനങ്ങൾക്കുള്ള ആക്സസിബിലിറ്റിയിലുള്ള ഗ്യാപ്പും അത് അവലോകനം ചെയ്തുകൊണ്ട് ആ ഇടപെടൽ നമ്മൾ ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. പ്രയോറിറ്റി ഗ്രൂപ്പ്സിനെ നിശ്ചയിക്കാൻ, ഇപ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇവിടെ സൂചിപ്പിച്ചു, ഇൻഡിസസിൽ കാണിച്ചു, മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ 5, US-നേക്കാളും കുറവാണ് നമ്മുടേത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇൻ്റർവെൻഷൻസ് പ്ലാൻ ചെയ്യുക?
നിയോനേറ്റൽ മോർട്ടാലിറ്റി 3-നും 4-നും ഇടയിലാണ്. 4. ഇനി അതിൽ ഹൃദ്യവും കെയർ പോലെ അപൂർവ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഒക്കെ സൗജന്യ ചികിത്സാ പദ്ധതിയൊക്കെ നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഇൻ്റർവെൻഷൻസ് എങ്ങനെയായിരിക്കണം, അതുപോലെ മാതൃമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഇതൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്നത് അത് ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് എന്നുള്ളത് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ അച്ചീവിങ് ബിയോണ്ട് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, റീസെറ്റിംഗ് അവർ ടാർഗറ്റ്സ് ബിയോണ്ട് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, SDG ഗോൾസിന് അപ്പുറത്തേക്ക് നമ്മുടെ ടാർഗറ്റ്സ് റീസെറ്റ് ചെയ്യുക എന്ന ഘട്ടമാണ്. 2031 ആകുമ്പോഴേക്കും എത്രയായിരിക്കണം നിയോനേറ്റൽ റേറ്റ്, എത്രയാകണം മെറ്റേണൽ മോർട്ടാലിറ്റി, എത്രയാകണം അതുപോലെ തന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എത്രയാകണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൂടുതൽ ഇൻ്റർവെൻഷൻസ് പ്രോജക്ട്സ് അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. എൽഡർലി ആൻഡ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. അടുത്തിടെ WHO നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അതിൽ ലോകാരോഗ്യ സംഘടനയും ലാൻസെറ്റ് കമ്മീഷൻ വിദഗ്ധ സംഘവുമാണ്, ലാൻസെറ്റ് കമ്മീഷൻ ഓൺ വാല്യൂ ഓഫ് ഡെത്ത്, അവർ സാക്ഷ്യപ്പെടുത്തിയത് കേരളത്തിൻ്റെ സാന്ത്വന പരിചരണ രംഗം ലോകത്തിന് മാതൃകയാണ് എന്നുള്ളത്. നമുക്കറിയാം 2009 ആദ്യത്തെ നയം വന്നത്. 2019 അത് വീണ്ടും പരിഷ്കരിച്ചു. 2023 നമ്മളതിന് കർമ്മ പദ്ധതി തയ്യാറാക്കി. എല്ലാവർക്കും സാന്ത്വന പരിചരണം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് വോളണ്ടിയേഴ്സിൻ്റെ സേവനം അഭ്യർത്ഥിച്ചുകൊണ്ട് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എൽഡർലി കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ 20% മുതിർന്ന പൗരന്മാരാണ്. 5 പേരെടുത്താൽ ഒരാൾ മുതിർന്ന പൗരനാണ് അല്ലെങ്കിൽ മുതിർന്ന പൗരയാണ് എങ്കിൽ അവരുടെ വിഷയങ്ങളെ, അവരുടെ ശാരീരിക പ്രശ്നങ്ങളെ കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ മറവി രോഗം, അൽഷേമേഴ്സ്, ഡിമെൻഷ്യ, നമുക്കൊരു ജിറിയാട്രിക് ഇഷ്യൂസിന് വേണ്ടി ഒരു ജിറിയാട്രിക് ആ രീതിയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വി ഷുഡ് ഹാവ് എ സെൻറ്റർ ഓഫ് എക്സലൻസ്. വി ഷുഡ് ഗിവ് മോർ ഫോക്കസ് ബിയോണ്ട് ദ ജിറിയാട്രിക് വാർഡ്സ്, beyond keeping some beds for the senior citizens. We should have definite facilities. നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ഇടപെടലുകളും നമ്മൾ പ്ലാൻ ചെയ്യണം. മറ്റു വകുപ്പുകളെയൊക്കെ ചേർത്തുകൊണ്ടുള്ള ഇടപെടലുകൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസവും ഗവേഷണവും ഇവിടെ ബഹുമാന്യനായിട്ടുള്ള ACS പറഞ്ഞു. 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ നമുക്ക് സാധ്യമായി. അത് 4 മെഡിക്കൽ കോളേജുകൾ ഈ 4 വർഷമാണ് സാധ്യമായിട്ടുള്ളത്. 7 ജില്ലകളിൽ പുതുതായിട്ട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ ഇല്ലാതെ എടുത്ത് കൊടുക്കാൻ സാധിച്ചു, തുടങ്ങുവാൻ സാധിച്ചു. 21 ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ, അതുപോലെ സർക്കാരിൻ്റെ സഹകരണ സിമറ്റും ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ കീഴിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും ടെറിഷറി കെയർ സെൻറ്റേഴ്സ്, നമ്മൾ കുറേ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പൂർണ്ണമായിട്ടും ടെറിഷറി കെയർ സെൻറ്റേഴ്സായി, സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസായി, അതുപോലെ അത് മെഡിക്കൽ കോളേജുകൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് പൂർണ്ണ നിലയിൽ ആകുന്നു. അതിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. റെഫറൽ പ്രോട്ടോക്കോളും ബാക്ക് റെഫറൽ പ്രോട്ടോക്കോളും ഒക്കെ തയ്യാറാക്കിയിട്ട് ആ നിലയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പ്രായോഗിക അടിസ്ഥാനത്തിൽ നമുക്കത് ആ നിലയിൽ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 2031 നമ്മുടെ പ്രവർത്തനത്തിലെ ഒരു വലിയ ലക്ഷ്യം ആകണം ഡെഫിനറ്റ്ലി. അതുപോലെ അക്കാദമിക് മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ മേഖലയിൽ എന്നതുപോലെ അക്കാദമിക് മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളുണ്ട്. അപ്പോൾ ആയുർവേദ ഗവേഷണ രംഗത്ത് IRIയുടെ കാര്യം പറയുകയുണ്ടായി. ഇപ്പം തന്നെ ചില വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ട് ധാരണാപത്രം ഒപ്പിടുകയാണ്. ജനുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട CM ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ അവിടെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. വലിയ താളിയോല ശേഖരവും ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയും ഒക്കെ അവിടെയാണ് വരുന്നത്. 100 ബെഡ് ഹോസ്പിറ്റലൊക്കെ അവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ആയുഷുമായി ബന്ധപ്പെട്ടും അതുപോലെ ഹോമിയോയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഗവേഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് IAV എന്നുള്ളത് നമ്മൾ കാണാം. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് അത് വരുന്നത്. ഇപ്പോൾ 80-ലധികം വൈറസുകൾ, ഇപ്പോൾ അത് നിപ്പയുടെ സ്യൂഡോ വൈറസ് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റൊരു ഓപ്പർച്യൂണിറ്റി, ഞാനൊരു ഉദാഹരണം മാത്രം, ഇപ്പോൾ കാർട്ടിസെൽ തെറാപ്പി, MCCയുടെ കാര്യം പറഞ്ഞു. കാർട്ടിസെൽ തെറാപ്പി പ്രോഡക്ട്സ് നമുക്ക് കുറേ ഗ്ലോബൽ ചാലഞ്ചസ് നേരിടുന്നുണ്ട്. അപ്പം വെക്ടർ ബേസ്ഡ് തെറാപ്പീസിന് വേണ്ടിയിട്ടുള്ള ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിന്
സർക്കാർ പിന്തുണയുള്ള GMP സംവിധാനം നമുക്ക് IAVയുടെ സഹായത്തോടുകൂടി നേതൃത്വത്തിൽ വികസിപ്പിക്കാനായിട്ട് സാധിക്കും. അതൊരു കാര്യം സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഗവേഷണം PG സ്റ്റുഡൻസ് ഉൾപ്പെടെ നമ്മുടെ അധ്യാപകരുൾപ്പെടെ ഗവേഷണത്തിന് വേണ്ടി ഗവേഷണമല്ലാതെ യഥാർത്ഥത്തിലുള്ള റിസർച്ച് നമ്മുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്നതിനും കേരളത്തിൽ നടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള തീർച്ചയായിട്ടും ആ നിലയിലുള്ള മാറ്റി ചിന്തിക്കലുകളും ഇടപെടലുകളും ഉണ്ടാകണം എന്നുള്ളതാണ്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് തന്ന സമയം 11:15. ഒരു കാര്യം കൂടി പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഹെൽത്ത് ഹബ്ബ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. കേരളത്തിൻ്റെ ആരോഗ്യ സൂചികകളെല്ലാം മെച്ചപ്പെട്ടതാണ്, നല്ല സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തെ ഒരു ഹെൽത്ത് ഹബ്ബായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കുറേ വർഷങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്കത് സാധ്യമാകുക. ഒരു ട്രീറ്റ്മെൻറ്റ് ഹബ്, അതോടൊപ്പം തന്നെ ആയുഷുമായി ബന്ധപ്പെട്ട് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ ഒരു വെൽനസ് ഹബ്, അത് നമുക്ക് തീർച്ചയായിട്ടും സാധ്യമാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഒട്ടേറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ പറയട്ടെ. AMR ACS ഇവിടെ പറഞ്ഞു, ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങൾ, അതായത് താഴെ തട്ടിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, ഫാമിലി ഹെൽത്ത് സെൻറ്റേഴ്സ് ആണ് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ടുള്ളത്. So we have to convert the secondary level hospitals, the tertiary level medical colleges to antibiotic smart hospitals. Some medical colleges like Kottayam Medical College has already started the process. അവർ ഇതിനോടകം ആ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. സെക്കൻഡറി ടെറിഷറി തലങ്ങളിലും ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ഉണ്ടാകണം. കൂടുതൽ പ്രൈവറ്റ് സെക്ടർ IMA അതിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ IMAയുടെ കൂടി സഹകരണത്തോടു കൂടി പ്രൈവറ്റ് സെക്ടറും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടുകൊണ്ട് 2050 ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ടാണെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു. കേരളം അതിനനുസരിച്ച് ഒട്ടേറെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഇതിൻ്റെ പറയട്ടെ. ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഞാനൊരു തെറ്റായിട്ടുള്ള ശാസ്ത്രീയമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാതെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു, അത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നത് ഒരു സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരോഗ്യവകുപ്പിനെതിരെ ഇവിടെ വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് ആ പ്രശ്നം, അങ്ങ് പറയൂ. അപ്പോൾ പറഞ്ഞു, ഇവിടെ മുഴുവൻ നായ്ക്കൾ ആണ്, അപ്പോൾ ആരോഗ്യവകുപ്പ് വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജന്തുജന്യ രോഗങ്ങളിൽ ഇപ്പോൾ പേവിഷബാധയേറ്റകളും ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ 6,60,000 പേർക്കാണ് നമ്മൾ വാക്സിൻ കൊടുത്തത്. 6,60,000 പേർക്ക് വാക്സിൻ കൊടുത്തു ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള. അതെല്ലാം അത്രയും ആളുകൾക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിൽ പല പ്രചരണങ്ങൾ നടന്നു. അതിലൊരു ഉദാഹരണം, ചില മാധ്യമങ്ങൾ എഴുതി ഇവിടെ വാക്സിൻ ക്വാളിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം ഇവിടെ വന്നു, നമ്മളെ അറിയിച്ചില്ല. അവർ ഇവിടെ വന്ന് വാക്സിൻ എടുത്തോട്ട് പോയി, അവർ പരിശോധിച്ചു, തിരിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് തിരിച്ച് നമ്മളെ റിസൾട്ട് അറിയിച്ചു. എല്ലാം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇനി നമ്മളിവിടെ ഒരു വാക്സിൻ്റെ ഒരു ബാച്ച് കൊടുക്കണമെങ്കിൽ അത് കൊസോളിയിലെ അവരുടെ ലാബിൽ സർട്ടിഫൈ ചെയ്തത് മാത്രമേ, ഒരു പർട്ടിക്കുലർ വാക്സിൻ അല്ല, ഓരോ ബാച്ചും നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊന്നുമല്ല നമ്മുടെ വിഷയം, ആര് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, അത് നമ്മുടെ പ്രശ്നം ഈ എങ്ങനെയാണ് നമുക്ക് ഇനി ആരോഗ്യവകുപ്പിൻ്റെ ഇൻ്റർവെൻഷൻ എന്താണ്. നമ്മൾ ഇത്രയും പേർക്ക് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഇത്രയും പേർക്ക് 6,60,000 പേർക്ക് വാക്സിൻ കൊടുത്തു. അപ്പോൾ 2031 ആകുമ്പോൾ റാബിസ് ഡെത്ത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നേരത്തെ ACS പറഞ്ഞു, നമ്മൾ രോഗനിർമ്മാർജ്ജനം ജനകീയമായ മുന്നേറ്റത്തിലൂടെ രോഗനിർമ്മാർജ്ജനം സാധ്യമാകണം. പല കലാസാർ, മലേറിയ, ഇപ്പോൾ ഒരിക്കൽ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടാണ്, ഇൻഡിജിനിയസ് ആയിട്ടുള്ളതല്ല അല്ലാതെയുള്ള കേസസാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ഈ റാബിസ് ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം കൂടി ചിന്തിച്ചിട്ടുണ്ട്, അതിപ്പോൾ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ
കരുണി ഫാർമസികൾ വഴി ഈ സാമ്പത്തിക വർഷം എന്തായാലും ഫ്യൂച്ചറിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഈ സാമ്പത്തിക വർഷം നമ്മൾ ആൻറ്റി റേബീസ് വാക്സിൻ സബ്സിഡൈസ്ഡ് റേറ്റിൽ അത് കൊണ്ടുവരണം, ഉൾപ്പെടുത്തണം എന്നുള്ളത് വിചാരിക്കുന്നു. അതോടൊപ്പം വാക്സിൻ പോളിസിയുടെ ഭാഗമായി അഡ്വൈസ് ചെയ്യുന്ന വാക്സിൻസിൽ ഒന്നായിട്ട് അതിപ്പോൾ വാക്സിൻ പോളിസി കൂടി പുറത്തിറക്കണം എന്നുള്ളത് നമ്മൾ കരുതുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്, ആരോഗ്യവകുപ്പ് എന്താണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്, എങ്ങനെ ഓരോ ജീവിതവും നമുക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും, എങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആ പരിശ്രമത്തിന് ലീഡ് ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും. ഇത്രയും സമയമെടുത്തതിൽ ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആശയങ്ങളും, ആരോഗ്യവകുപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ല, എല്ലാവരും ചേർന്നതാണ്. കൈകൾ കോർത്തു പിടിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 2031 വിഷനും അങ്ങനെയാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.